ഒരു കൂട്ടർ അശ്ലീല പരാമർശങ്ങളോടെ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. സമൂഹത്തിൽ സധൈര്യം ഇടപെടുന്ന സ്ത്രീകളെ അവഹേളിച്ച് സ്വയംഭോഗ സായുജ്യത്തിന് നിർവൃതി തേടുകയും സ്വന്തം മക്കളെയും ഭാര്യമാരെയും വരെ അറബിക്ക് കൂട്ടിക്കൊടുത്ത ചരിത്രമുള്ള ഇവിടുത്തെ സുഡാപ്പി കുഞ്ഞുങ്ങളോടും സ്വന്തം അമ്മപെങ്ങന്മാരെയും താലികെട്ടിയ ഭാര്യയെ വരെയും സുഡാപ്പികൾക്ക് വ്യഭിചരിക്കാൻ നൽകുന്ന അന്തംഗമ്മികളോടുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിശ്വസിക്കുന്ന ആദർശത്തിനായി സ്വയം സമർപ്പിച്ചവരാണ് ഞങ്ങൾ. ചിലർക്ക് പ്രശ്നം ഞങ്ങളുടെ കയ്യിലെ രാഖിയാണ്, മറ്റു ചിലർക്ക് സിന്ദൂരമാണ്. അമ്മയെ ഭോഗിച്ചു പോലും ആത്മരതി അണയുന്ന ചെറ്റകളോട് നിന്റെ ഒന്നും തറവാട്ടിൽ നിന്നല്ല ഞങ്ങൾക്ക് ചെലവിന് നൽകുന്നത്. സ്വന്തം വീട്ടിലുള്ളവരെ കൂട്ടിക്കൊടുത്ത് കിട്ടുന്ന പണം കൊണ്ട് വാങ്ങിയ മൊബൈലിൽ അശ്ലീല കമന്റുകൾ കുത്തിക്കുറിച്ച് നാട്ടിൽ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളെ അപമാനിച്ചാൽ ഏതുവരെയും ഞങ്ങൾ പോകും. മടിക്കുത്തഴിക്കുന്ന നിങ്ങളുടെ അമ്മ പെങ്ങന്മാരെ പോലെയും ഭാര്യമാരെ പോലെയുമാണ് മറ്റുള്ളവർ എന്ന് കരുതരുത്. ഒന്നുകൂടി, ഞങ്ങളുടെ സഹോദരിമാർ ദേശീയതയിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തീച്ചൂളയിൽ നിന്നും വാർത്തെടുക്കപ്പെട്ട മനോബലവും കായിക ശക്തിയുമുള്ള സ്ത്രീകളാണ്. അവരെ ഒന്നും തളർത്താൻ നിന്നെ പോലെയുള്ള എരണം കെട്ടവന്മാർക്ക് കഴിയില്ല. ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ താഴെ വിരിക്കുന്ന നിന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കണ്ട് മറ്റുള്ളവരുടെ അടുത്ത് ഉണ്ടാക്കാൻ വരരുത് പൊന്നു ചേട്ടന്മാരെ. കൊറോണ കാലത്ത് നിങ്ങൾ വീട്ടിലിരിക്കുന്നത് കാരണം നിങ്ങളുടെ ഭാര്യമാർക്ക് സ്വൈര്യവിഹാരം നടക്കുന്നില്ലെങ്കിൽ ആ കുറവ് തീർത്തു കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സമയം കളയണ്ട, ചെന്നാട്ടെ. നന്ദി, നമസ്കാരം. എഡിറ്റോറിയൽ ഡെസ്ക്, നമോ TV. എന്താണ് ഈ അവതാരക വിളിച്ചു കൂവുന്നത്? ആ എഡിറ്റർക്കിട്ടിട്ടാണ് നല്ല നാടൻ അടി കൊടുക്കേണ്ടത്. കാരണം അയാൾ ഏതോ മഞ്ഞപ്പത്രത്തിൽ നേരത്തെ വർക്ക് ചെയ്തതിൻ്റെ ഒരു മുഖമാണ് നമുക്ക് ഈ വാർത്താ വായനയിൽ കാണുന്നുള്ളത്. കാരണം ഒരു വാർത്താ ചാനലുകളിൽ ഇതുപോലെ പച്ചത്തെറി വിളിച്ചു പറയുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത അത്ഭുതമുണ്ടാകുന്നു. അതും ആ സ്ത്രീ എന്താണ് സംസാരിക്കുന്നുള്ളത്? അതില് സ്ത്രീയായ എന്നെ അപമാനിച്ചു എന്ന്, സ്ത്രീ വിരോധം കാണിക്കുന്നു എന്ന്. എന്നാൽ എൻ്റെ പൊന്നുപെങ്ങളെ, നിങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ആ നിങ്ങളുടെ വാർത്തയൊന്നും അല്ല, അത് വേറെ എന്തോ ആണ്. ആ വീഡിയോ ഒന്ന് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരുന്ന് കേൾക്കുക. നിങ്ങൾ എന്നെ കണ്ടം വഴിയോടും. കാരണം അമ്മാതിരി തെറിയാണ് നിങ്ങൾ വിളിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അതിൽ മൊത്തമായിട്ടുള്ളതും സ്ത്രീ വിരുദ്ധത തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെയും SDPIക്കാരുടെയും മാതാപിതാക്കളെ അവർ തന്നെ ഭോഗം ചെയ്യുന്നു എന്നാണ്, അതായത് അവര് തന്നെ ഉപയോഗിക്കുന്നു എന്നാണ് ഈ സ്ത്രീ പറയുന്നുള്ളത്. ഒപ്പം ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മടിക്കുത്തഴിച്ചിട്ട് കിടന്നു തരുന്ന ജാതികളാണ് പോലും CPMകാരുടെയും SDPIക്കാരുടെയും ഒക്കെ ഭാര്യമാര്. എന്തൊരവസ്ഥയാണ്! ഈ സമൂഹത്തിലെ സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിക്കുകയും അവരെയൊക്കെ മോശമായി ചിത്രീകരിക്കുകയുമാണ് ഈ സ്ത്രീയും അതുപോലെ തന്നെ അതിന്റെ എഡിറ്റോറിയൽ ഡെസ്കും ഒക്കെ ചെയ്തിട്ടുള്ളത്. പേര് പോലെ തന്നെ പക്ക കൂതറയായിട്ടാണ് ആ വാർത്താ അവതരണം നടത്തിയിട്ടുള്ളത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതങ്ങനെ നിസ്സാരമായി കാണേണ്ട വിഷയമല്ല. ഇത് കേരളമാണ്. നമ്മുടെ അനുജന്മാരും അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളൊക്കെ വളർന്നു വരുന്ന ഒരു കാലമാണിത്. അവരൊക്കെ കാണുന്നത് ഇതുപോലെയുള്ള വീഡിയോസുകളാണെങ്കിലോ ട്രോൾ ചെയ്തിട്ട് കളിയേണ്ട കാര്യമല്ല, നടപടിയാണ് വേണ്ടത്. സ്ത്രീ സമൂഹത്തെ മൊത്തമായി അധിക്ഷേപിക്കുകയും മൊത്തമായി കുറ്റപ്പെടുത്തുകയും അവരൊക്കെ ലൈംഗിക തൊഴിലാളികളാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഈ സ്ത്രീ എഡിറ്റോറിയൽ ഡെസ്കിൽ നിന്ന് ഇവർക്ക് എഴുതി കൊടുത്തത് വിളമ്പിയിട്ടുള്ളത്. എന്തൊരപകടമാണ്! ഇതുപോലെ ഒരു വാർത്താ അവതാരകയെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പച്ചത്തെറിയാണ് ഈ അവതാരക വിളിച്ചിട്ടുള്ളത്. എന്തായാലും നിയമ നടപടി കൈക്കൊള്ളുന്നത് വരെ ഇതങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. കാരണം ഇത് അധികാരികളിൽ എത്തേണ്ടതുണ്ട്. ഒപ്പം വിമർശനങ്ങളാകാം. ഞങ്ങൾ സംഘപരിവാറിനെ വിമർശിക്കാറുണ്ട്, പക്ഷെ അതൊക്കെ ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ടാകണം. അതല്ലാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനല്ല വാർത്താ ചാനലുകൾ എന്ന പേരിൽ നിങ്ങൾ തുടങ്ങുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ. ഇതൊന്നും ഒരിക്കലും ശരിയായ കാര്യമല്ല. തീർച്ചയായും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ തെറ്റുതിരുത്താൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടി വരും. കാരണം ഈ സ്ത്രീ, ഈ വാർത്ത അവതാരണം ചെയ്തിട്ടുള്ള ഈ സ്ത്രീ അപമാനിച്ചത് കേരള സമൂഹത്തെയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.